ഗിറ്റാറിസ്റ്റ് ആണല്ലോ. കോഫി? ഓ താങ്ക്സ്. സത്യമായിട്ട് മ്യൂസിക് ഇഷ്ടമാണോ അതോ വെറുതെ പറഞ്ഞാണോ? സത്യമായിട്ടും. കള്ളത്തരം പറയേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. നല്ല റിലേഷൻഷിപ്പ് കിട്ടാൻ വേണ്ടി ചിലർ കള്ളം പറയാറുണ്ട്. റിയലി? എൻ്റെ ഡാഡിയുടെ അമ്മയ്ക്ക് ഒരു ഫെയിലിയർ ലവ് സ്റ്റോറി ഉണ്ടെന്ന് അവർ മരിച്ചതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് എൻ്റെ മുത്തച്ഛൻ്റെ സുഖത്തിന് വേണ്ടിയാണ് അവർ ജീവിച്ചത്. അതവരുടെ വിധിയായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി. കള്ളത്തരം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ മുത്തച്ഛനോട് സത്യം പറഞ്ഞിരുന്നെങ്കിൽ അവരുടെ ജീവിതം ഇതിലും നന്നായിരുന്നേനെ അല്ലേ? കള്ളത്തരം ജീവിതത്തെ മാറ്റിമറിച്ചാലും ശരിക്കുള്ള സന്തോഷം അത് സത്യത്തിൽ നിന്ന് മാത്രമേ കിട്ടൂ. അതുകൊണ്ട് ഞാൻ മരിച്ചാലും കള്ളത്തരത്തെ ആക്സെപ്റ്റ് ചെയ്യില്ല. താങ്ക്സ്. നിനക്ക് പാചകം അറിയില്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാം, നോ പ്രോബ്ലം. അതൊന്നും വേണ്ട, എനിക്ക് പാചകം നന്നായി അറിയാം. ഇതെന്താ ഉപ്പില്ല എരിവില്ല, പാചകം വളരെ മോശമാണല്ലോ. ഇത് ഞാൻ മനഃപൂർവ്വം ചെയ്തില്ല. നിങ്ങളല്ലേ പറഞ്ഞേ ഓരോരുത്തരും പരസ്പരം മനസ്സിലാക്കിയിട്ട് ഭാര്യ ഭർത്താക്കന്മാരാ ജീവിതം തുടങ്ങാമെന്ന്. അതുവരെ കുറച്ച് കൺട്രോൾ ഉണ്ടായാൽ നല്ലത്. കാമേഷ്, നിന്റെ കല്യാണ കാര്യങ്ങളൊക്കെ എവിടെ വരെയായി? ഇന്നലെ ഞാനൊരു പെണ്ണ് കാണാൻ പോയി, പക്ഷെ ഞാനത് റെഡ് മാർക്ക് ഇട്ടു. എന്റെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലേ? പെണ്ണിനെ എനിക്ക് ഇഷ്ടമായി. പെണ്ണ് സൂപ്പറാ. എന്തു പറ്റി? പെണ്ണിന് സമ്പത്തില്ലേ? ഒരേ ഒരു മകൾ, ഉള്ളത് മുഴുവൻ അവൾക്കാ. പക്ഷെ ഒരു പ്രോബ്ലം. നല്ലൊരു ഡോക്ടറെ കാണിച്ചാ പോരായിരുന്ന? പ്രോബ്ലം എനിക്കല്ല, അവൾക്കാ. അവിടെ അമ്മക്ക് കല്യാണം ആകാതെ അവൾക്ക് വേണ്ടെന്ന് അവൾ പറഞ്ഞു. ഞാനും ഇതുപോലെ എഴുന്നേറ്റ് പോയത്. എന്നാ നിന്റെ അച്ഛനെ സെറ്റപ്പ് ചെയ്തൂടെ? വെരി ഗുഡ്. എന്റെ അച്ഛൻ സെറ്റായ എനിക്ക് അവൾ അനിയത്തിയ. അപ്പൊ അവൾ എന്റെ കൈ രാഖി കെട്ടൂടാ. ഏതാടാ ഈ മുതല്? ഹായ് ബേബി. ബേബിയോ? ഇതാണോടാ ബേബി? നീ എന്താ തീറ്റയൊക്കെ എടുത്ത് കളിക്കാൻ വന്നോ? എന്നും കളിച്ചാൽ ഇലിയാനയുടെ ഫിഗർ വരുന്ന എന്റെ അമ്മ പറഞ്ഞു. നിന്റെ അമ്മ പറഞ്ഞോ അതോ ഇലിയാനയുടെ അമ്മ പറഞ്ഞോ? ഇവളൊരു ബാസ്കറ്റ് ബോൾ പോലെയാ, പിന്നെ എങ്ങനെ ഇവള് കളിക്കുക? Nice pass, Maithili. Maithili. Hey. Careful. രാജു, നമ്മൾ പരസ്പരം എങ്ങനെ മനസ്സിലാക്കിയെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഐഡിയ പറയട്ടെ? പറയൂ. ഇപ്പം മുതൽ 10 മിനിറ്റിനുള്ളിൽ നിനക്ക് വേണ്ടതൊക്കെ ഞാൻ വാങ്ങാം, എനിക്ക് വേണ്ടതൊക്കെ നീ വാങ്ങണം. ഓക്കെ? ഓക്കെ.
ബോഡി വാഷ്, ഷാംപൂ, റേസർ, സോപ്പ്. നോട്ട് ബാഡ്. ഇത്രയും ഷോർട്ട് ടൈമിൽ തന്നെ എനിക്ക് എന്തൊക്കെ വേണമെന്ന് നീ മനസ്സിലാക്കി. പറയാതെ അറിയാന്നുള്ളതാ പരസ്പരം മനസ്സിലാക്കാന്നുള്ളത്. അതായത് എന്നെക്കുറിച്ച് ഞാനൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നാണല്ലേ? ശരി, സമയം വരുമ്പോൾ നോക്കാം. ബില്ലടിച്ചോ? ഹായ് രാജു, നിങ്ങളുടെ ഫാഷൻ ഫോട്ടോഗ്രാഫിയിൽ മാത്രമല്ല മോഡലിംഗിൽ കൂടി വളരെ നന്നായിട്ടുണ്ട്. Can you give me autograph please? Excuse me, I'm his wife. Please behave yourself. മൈഥിലി, ഫാഷൻ ഫീൽഡിൽ ഇതെല്ലാം കോമൺ ആണ്. ഡോണ്ട് വറി. രാജു, ഞാൻ എല്ലാം സഹിക്കും. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും പെണ്ണിനെ തൊട്ടാ ഞാൻ അവളെയും കൊല്ലും, നിങ്ങളെയും കൊല്ലും. അപ്പപ്പാ ഫിഗർ എല്ലാം അടിപൊളിയാ. അപ്പാ എല്ലാം ഒത്തുവന്ന ഫിഗർ നിന്റെ അടുത്ത് വരും. അതൊക്കെ നീ പറയും. എനിക്ക് ഏജ് ഓവർ ആയതുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ടി വന്നു. നോക്കടാ, ഒരു ഫിഗർ എന്റെ അടുത്തേക്ക് വരുന്നു. കാമേഷ്, അത്രയ്ക്ക് അത്യാവശ്യം? എനിക്ക് അത്ര അത്യാവശ്യം തന്നെ. നിങ്ങൾ ഇങ്ങോട്ട് പണി നോക്കൂ. ചെല്ല്, പോ. നീ വാ. 1 മിനിറ്റ്. എന്റെ പേര് കാമേഷ്. കാമിനി. കാമേഷ്, കാമിനി, കോമ്പിനേഷൻ അടിപൊളി. പേഴ്സ് ഉണ്ടോ? പേഴ്സ് ഉണ്ട്. പേഴ്സിൽ ഒത്തിരി കാശുണ്ട്. ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, പാൻ കാർഡ് ഉണ്ട്. പേഴ്സ് മാത്രം വീട്ടില. ഇപ്പൊ എന്താ കയ്യിലുള്ളത്? റേഷൻ കാർഡ്. അപ്പൊ നിങ്ങൾ വരേണ്ട സ്ഥലം ഇതല്ല, റേഷൻ കടയില. റേഷൻ കാർഡ് വെച്ച എന്തൊരു നാക്കപ്പോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഹലോ, കണ്ണൊന്നും കാണത്തില്ലേ? തട്ടിട്ടേ ചോപോന്ന്. എന്ത് കാണുന്നില്ലെന്ന്? നിന്റെ കണ്ണിന് നല്ല ഭംഗിയാണ്. ദൈവം തന്ന കണ്ണാ. വിട്ടേര്. എന്നാ ഞാൻ എനിക്കൊരു കാര്യം അറിയോ? ഇനി എന്താ? നിന്നെ കാണാൻ നല്ല ഭംഗിയും പോലുമാര. സത്യമായിട്ട് പറഞ്ഞാടാ, ഞാൻ സുന്ദരനായത് കൊണ്ടാണല്ലോ എന്നെ ഇങ്ങനെ വീണ്ടും പോണേ. നീ എന്റെ കൂടെ പോരുന്ന. ഓ, ഇപ്പൊ കാര്യം മനസ്സിലായി മോനെ. മനസ്സിലായി. നീ ഒരു കാര്യം ചെയ്യ്, ചെന്ന് 2 വടി എടുത്തിട്ട് വാ, നമുക്ക് തട്ടിക്കളിക്കാൻ. ചെല്ലേ. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പാർട്ടി എന്റെ വക. എല്ലാവരും വയറ് നിറച്ച് കുടിച്ച് എൻജോയ് ചെയ്യ്. എന്തെങ്കിലും കോളടിച്ചാ? യെസ്, ലൈഫിലെ മെമ്മറബിൾ അച്ചീവ്മെന്റ്. ഞാൻ അച്ഛനാവാൻ പോകുന്നു. ഓ, താങ്ക് യു. വെരി ഗുഡ്. താങ്ക് യു. എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? ഹലോ ബോസ്, എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമായുള്ളൂ. ഭയങ്കര സ്പീഡാണല്ലോ. എല്ലാവരും ശ്രദ്ധിക്കൂ, ഞാൻ അത്രയ്ക്ക് പഴഞ്ചനല്ല. 2 പേർ പരസ്പരം അടുക്കുമ്പോ എത്രയും പെട്ടെന്ന് കല്യാണം നടക്കുന്നത് അത്രയും നല്ലത്. എന്നാൽ ഈ ഇടയ്ക്ക് നമ്മളെപ്പോലുള്ള കല്യാണം കഴിക്കുമ്പോ എന്തെങ്കിലും ചോദിച്ചാൽ അവരുടെ പ്രധാന പ്രശ്നം അവരുടെ പാർട്ട്നേഴ്സിന്റെ ഭാഗത്ത് വയ്ക്കണം. ഇത് കൂടാതെ നമ്മൾ പരസ്പരം മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് എക്സ്ക്യൂസ് എടുക്കണം. ഇവരെക്കാൾ നല്ലത് എന്നെ പോലെ പോളിസി എടുത്താൽ വളരെ നല്ലതല്ലേ? അതായത് നമ്മുടെ ഭാര്യമാർക്ക് പിള്ളേരെ വളർത്തുക എന്ന ബാധ്യത കൊടുത്താൽ നമ്മൾ ഉടനെ പോളിസി കൊടുക്കാൻ പറ്റും. അതായത് നീ ഉദ്ദേശിക്കുന്നത് ഓരോരുത്തർ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്നത് മണ്ടത്തരമാണെന്നാണോ? മണ്ടത്തരെന്ന് ആരും പറയില്ല, കാര്യത്തിന് കൊള്ളാത്തവനെന്ന് പറയും. എന്റെ ഉദ്ദേശം പെർഫെക്റ്റ് ആണ്. നിന്നെ വിശ്വസിച്ച് വന്ന പെണ്ണിന്റെ ഇഷ്ടാനിഷ്ടം മനസ്സിലാക്കാതെ ദാമ്പത്യത്തിന്റെ പേരും പറഞ്ഞ് പെട്ടെന്ന് പ്രഗ്നന്റാക്കി വീട്ടിലാക്കിയിട്ട് ഇഷ്ടം പോലെ പാർട്ടി നടത്തുന്ന നിന്നെ പോലുള്ള ഭോഷന്മാരെ മൃഗം എന്ന് പറയും. എന്തിനാ ആശാൻ ഇത്രയും കോപം? അബദ്ധത്തിൽ നിന്റെ ഭാര്യ നിന്നോട് ഇതുപോലെ എങ്ങനെ ചോദിച്ചോ? ഞാൻ വെറുതെ ഇരിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോന്ന്? രാജു, stop it. രാജു, let's go. രാജു, come on.